വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു. സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നു, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ദൈവം നമ്മിൽ നിന്ന് എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യം നാം വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. ദൈവം തൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതിനും പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിനും ലേവി ഗോത്രത്തെ തിരഞ്ഞെടുത്തു. ലേവിയോട് ദൈവത്തിന് ഒരു നിയമം ഉണ്ടായിരുന്നു. അത് ജീവനും സമാധാനവും ആയിരുന്നു. അവർ ദൈവത്തെ ഭയപ്പെടേണ്ടതിനാണ് ദൈവം അവർക്ക് നിയമം കൊടുത്തത്. അവർ ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിൻ്റെ നാമനിമിത്തം വിറയ്ക്കുകയും ചെയ്തിരുന്നു. അവർ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. മറ്റുള്ളവരെ അനുഗ്രഹിപ്പാൻ ദൈവം അവരെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. എന്നാൽ മലാക്കി പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ വന്നപ്പോൾ പുരോഹിതന്മാരോട് ദൈവം വളരെ കർക്കശമായിട്ട് ഇടപെടുവാൻ തുടങ്ങുന്നു. 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അവരെക്കുറിച്ചുള്ള കുറ്റപത്രമാണ് പ്രവാചകൻ വിവരിക്കുന്നത്. 2 മുതൽ നാം വായിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പാൻ മനസ്സ് വെക്കാതെ ജീവിക്കുവാൻ തുടങ്ങി. അതുകൊണ്ട് ദൈവം അവരുടെ അനുഗ്രഹങ്ങളെ ശപിക്കും എന്ന് പറഞ്ഞിരുന്നു. ഒരു കാലത്ത് നേരുള്ള ഉപദേശം പുരോഹിതന്മാരുടെ വായിൽ ഉണ്ടായിരുന്നു. നീതികേട് അവരുടെ അധരങ്ങളിൽ കണ്ടിരുന്നില്ല. അവർ സമാധാനമായും പരമാർത്ഥമായും ദൈവത്തോടു കൂടെ നടന്ന് പലരെയും അകൃത്യം വിട്ട് തിരിയുമാറാക്കിയവരാണ്. അവരുടെ അധരങ്ങൾ എപ്പോഴും പരിജ്ഞാനം സൂക്ഷിച്ച് വെക്കേണ്ടതാകിയാൽ ഉപദേശം ദൈവത്തോട് ചോദിച്ച് പഠിക്കേണ്ടതും പഠിച്ചവരും ആയിരുന്നു അവർ. എന്നാൽ മലാക്കി പ്രവാചകൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 2:8 നിങ്ങൾ വഴി വിട്ടുമാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നു എന്ന് ദൈവം അരുളി ചെയ്തു. മാത്രമല്ല, അവർ ദൈവത്തിൻ്റെ വഴികളെ പ്രമാണിക്കാതെ പക്ഷഭേദം കാണിക്കുവാൻ ആരംഭിച്ചു. ഇതൊക്കെ പുരോഹിതന്മാർക്കെതിരെ ദൈവം നിരത്തുന്ന കുറ്റപത്രമാണ്. അവരുടെ തുടക്കം വളരെ നന്നായിരുന്നു. എന്നാൽ ആ തുടക്കം അവർക്ക് നിലനിർത്തുവാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ മലാക്കി പ്രവാചകൻ്റെ കാലമായപ്പോൾ എത്രമാത്രം അവർ അധപ്പതിക്കാമോ അത്രമാത്രം അധപ്പതിച്ചു. അവരുടെ വായിൽ ഉപദേശമില്ല. അവർ ദൈവത്തോടു കൂടെ നടക്കുന്നില്ല. അവർ ദൈവത്തിൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നില്ല. അവർ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല. അവരുടെ ശുശ്രൂഷയാൽ ആരും അകൃത്യം വിട്ട് തിരിയുന്നതുമില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് പ്രവാചകനിലൂടെ പുരോഹിതന്മാർക്ക് ലഭിച്ചത്. ഇത് മലാക്കി പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവമല്ലേ, എനിക്കിതുമായിട്ട് എന്താണ് ബന്ധം എന്ന് നാം ചിന്തിക്കുവാൻ വരട്ടെ. ദൈവം നമ്മയും തിരഞ്ഞെടുത്തത് പുരോഹിതന്മാരായിട്ടാണ്. നാം ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. പത്രോസ്ലീഹ പറയുന്നത്, നാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും വിശുദ്ധ വംശവും ആകുന്നു. യേശുവാണ് നമ്മുടെ മഹാപുരോഹിതൻ. നാം എല്ലാവരും പുരോഹിതന്മാരാണ്. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുവാനും ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ നിരപ്പിക്കുവാനും പലരെയും അവരുടെ അകൃത്യം വിട്ട് തിരിയുവാൻ വേണ്ടിയും ദൈവം തിരഞ്ഞെടുത്ത് നമ്മെ പുരോഹിതന്മാരാക്കി വച്ചിരിക്കുന്നു. പുതിയ നിയമത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച എല്ലാവരും പുരോഹിതന്മാരാണ്. പുരോഹിത വസ്ത്രങ്ങളൊന്നും നമുക്ക് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. നാം ശ്രേഷ്ഠന്മാർ തന്നെയാണ്. രാജകീയ പുരോഹിത വർഗമാണ്.
എന്നാൽ ഇവിടെ ഒരു കാര്യം നാം ശ്രദ്ധിക്കണം. നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ദൈവത്തിന് നൽകുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നാം ദൈവത്തോടു കൂടെ നടക്കുന്നവരോ, നാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരോ, നേരുള്ള ഉപദേശം നമ്മുടെ നാവിൽ ഇപ്പോഴുമുണ്ടോ? സമാധാനമായും പരമാർത്ഥമായും ദൈവത്തോടു കൂടെ നടന്ന് അകൃത്യം ചെയ്യുന്ന പലരെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഉപദേശം നാം ദൈവത്തോടാണോ ചോദിച്ച് പഠിക്കുന്നത്? ഇതൊക്കെ നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. എന്നാൽ നാം ഇതൊന്നും ചെയ്യാതെ വഴിവിട്ടുമാറി നമുക്ക് ബോധിച്ചതും നമ്മുടെ വായിൽ വരുന്നതുമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തോട് കൂട്ടുചേർത്ത് വെള്ളം ചേർത്ത് പറയുവാൻ ആരംഭിച്ചത് എത്രയോ ശോചനീയമാണ്. നമ്മുടെ അനുഗ്രഹങ്ങളെ ശാപമാക്കും എന്ന് മലാക്കി പ്രവാചകനിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിയുന്ന മുന്നറിയിപ്പ് എത്ര ദുഃഖകരമാണ്. ദൈവം ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് നാം വിശ്വസ്തരാകണം. ദൈവത്തോടു കൂടെ നടക്കണം. ദൈവത്തിൽ നിന്ന് ഉപദേശം ചോദിച്ച് പഠിക്കണം. നമ്മുടെ ജീവിതവും ഉപദേശവും കൊണ്ട് പലരെയും അവരുടെ അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ വിളിയെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമാകാതിരിക്കട്ടെ. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികമായിട്ട് ഉറപ്പാക്കുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരിക്കലും വഴിവിട്ടു മാറുവാൻ അനുവദിക്കാതെ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാൻ, കൂടെ നടക്കുവാൻ കൃപ നൽകണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.